നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. അതിൽ പാലോടിന്റെ വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ സമരം 22ാം ദിവസത്തിലെത്തുമ്പോഴാണ് നിയമസഭാ മാർച്ചിലേക്ക് ആശാവർക്കർമാർ കടന്നിരിക്കുന്നത്. വിപുലമായ പ്രതിഷേധ മാർച്ചാണോ? ഒരുപാട് സ്ത്രീകൾ പങ്കെടുക്കുന്നു. നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് നിയമസഭാ മാർച്ചിൽ. 2 സമരമാണ് നടക്കുന്നത്. ഒരു സമരം കോൺഗ്രസ് ഇവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടന്നതാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് അത് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം തന്നെ നിയമസഭാ മാർച്ച് തുടങ്ങുകയാണ്. നിയമസഭാ മാർച്ചാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആശാവർക്കർമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇവരുടെ ആവശ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാവർക്കർമാരുള്ളത്. ചേച്ചി, നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. നിയമസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നുമാണ് നിങ്ങളുടെ ആവശ്യം. പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, ആ സംസാരം ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താ തീരുമാനം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ സമരം ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകും. അതായത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഓണറേറിയം വർധനയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കും വരെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും. ഞങ്ങളുടെ ജോലി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ഈ സമ്പാദ്യം എന്ന് പറയുന്നത് ഞങ്ങളെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കൂട്ടിത്തരണമെന്ന് പറയുന്നത്. അത് കിട്ടാതെ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലൊന്നും പോയില്ല. ഒരു കാരണവശാലും പോയില്ല. ഞങ്ങളെ ഏതൊക്കെ രീതിയിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ഏതൊക്കെ തരത്തിൽ ഭീഷണിപ്പെടുത്താൻ നോക്കിയാലും നടക്കില്ല. ഈ സർക്കാരിന്റെ നിങ്ങളോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? സർക്കാരിന്റെ സമീപനം നിങ്ങൾ ഇന്ന് 22 ദിവസം കൊണ്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. തുടക്കം മുതൽ ഞങ്ങളോട് എങ്ങനെയാ സമീപിച്ചതെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. നമ്മൾ കൂടുതൽ എന്തിനാ പറയുന്നത്? അതായത് സമരം തുടരുകയാണ്. ഇവിടെ ഈ സ്വതന്ത്ര സംഘടനയായ ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ ഇവിടെയുണ്ട്. ചേച്ചി, സമരം തുടരുകയാണ്. സമരം നമ്മൾ ശക്തമായിട്ട് തുടരുകയല്ലേ. 10-ാം തീയതി തുടങ്ങിയ അതേ വീറും വാശിയോടും കൂടിയാണ് ഇന്ന് 22ാമത്തെ ദിവസം. എത്ര പേര് ഇവിടെ എത്തിക്കാണും ചേച്ചി? ഇല്ല, ഇനി എത്താനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് പ്രകടനം തുടങ്ങിയെന്നേ ഉള്ളൂ. അവരിവിടെ എത്തിച്ചേരും. അപ്പോൾ ആ കണക്ക് നമുക്കിപ്പോൾ അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല. ആയിരങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ ഒരു സമീപനം ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ എങ്ങനെയാണ് നിങ്ങളെ ഈ പരിഗണിക്കുന്നത് എന്നുള്ളത്? സർക്കാരിൻ്റെ മറുപടി ഇന്നും നിയമസഭയിൽ വന്നിട്ടുണ്ട്. വീണ ജോർജ് പറയുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് നിയമസഭയിൽ പറയുകയാണ്. അത് ആദ്യമേ മുതൽ പറയുന്നതല്ലേ. മറിച്ച് നമ്മൾ വെച്ച ഡിമാൻഡ് ചർച്ച ചെയ്യാൻ തയ്യാറാകട്ടെ. ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞാണ് 21,000 രൂപ തരാമെന്ന്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് 14,000 ആണെങ്കിലും ഇവർ പറയുന്ന എത്ര തുകയാണേലും അതുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യട്ടെ. ഇത് ആദ്യമേ മുതൽ പറയുന്ന ഒരേ വാദഗതി തന്നെയല്ലേ, പുതിയതായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ചർച്ച ചെയ്യാമെന്ന് അവിടെ നിന്നും ചർച്ച ആകാമെന്ന് ഇവിടെ നിന്നും പറയുന്ന അല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ലല്ലോ. അല്ല, നമ്മൾ സമരത്തിന് നോട്ടീസ് കൊടുത്ത് ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ, ഞങ്ങളല്ലല്ലോ. അങ്ങോട്ടേത് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുക, അത് ശരിയല്ലല്ലോ. അവരാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടുന്നത്. അതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുവരെ സമരം തുടരും. തീർച്ചയായിട്ടും തുടരും. സമരം ശക്തമായി തന്നെ തുടരുകയാണ്. സ്മൃതി, നമുക്കിവിടെ കാണാം നൂറുകണക്കിന് ആശാപ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും സമരം തുടരുന്നു. ഇപ്പോൾ ഈ സമരം MG റോഡ് വഴി പാളയത്തേക്ക് എത്തിയിരിക്കുകയാണ്. പാളയം യൂണിവേഴ്സിറ്റി കോളേജ് സമീപത്തുണ്ട്. അതുവഴി ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് ആശാവർക്കർമാർ. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ, ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവിറക്കും വരെ സമരം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സ്മൃതി, ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ച് പുരോഗമിക്കുകയാണ്. ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു, പിന്നോട്ടില്ല എന്നാണ് ആശമാർ പ്രതികരിച്ചിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി ആശമാർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് മാർച്ച് അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് നിരുപാധിക പിന്തുണയാണ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓണറേറിയം 21,000 ആക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം നൽകുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. ആശമാരുടെ ജോലിയിലുണ്ടായിരുന്ന 10 മാനദണ്ഡങ്ങൾ എടുത്തു കളയണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. അതിൽ പൂർണ്ണമായ തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നുള്ള കുടിശ്ശിക കിട്ടാത്തത് കൊണ്ടാണ്
ആശമാർക്ക് ഓണറേറിയം കൂട്ടി നൽകാനാകാത്തത് എന്നാണ് ഇന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. 100 കോടിയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി സഭയിൽ അറിയിച്ചിരിക്കുന്നത്. സമരം ചെയ്യേണ്ടത് ഡൽഹിയിലാണ്, കേന്ദ്ര സർക്കാരിനോടാണ്. തൊഴിലാളികളായി ഇവരെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇതാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓണറേറിയം വർധന എന്നുള്ള ആവശ്യം നേരത്തെ UDF കാലത്ത് CITU നടത്തിയിട്ടുള്ളതാണ്. സഭയിൽ അന്ന് MLA ആയിരുന്ന എളമരം കരീം 2014 ഈ ഓണറേറിയം 10,000 രൂപ ആക്കണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അതേ എളമരം കരീമാണ് ഇപ്പോൾ ഈ ഓണറേറിയം വർധനയുമായി ബന്ധപ്പെട്ട സമരത്തെ തള്ളിക്കളയുന്നത്. ഈ സമരത്തെ അരാജക സമരമായും ഈർക്കൽ സംഘടനയായും സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലും ഹരിയാനയിലും ബംഗാളിലുമടക്കം SUCയുമായി യോജിച്ചുള്ള സമരങ്ങൾ തെരുവിൽ കണ്ടതാണ്. അങ്ങനെ പല ആവശ്യങ്ങളും ആ രൂപത്തിലാണ് നേടിയെടുത്തിട്ടുമുള്ളത്. ഇവിടേക്കെത്തുമ്പോൾ അത് BJPയുടെ B ടീമായി SUCI മാറുന്നു എന്നാണിപ്പോൾ സർക്കാർ അവതരിപ്പിക്കുന്നത്. CPM ആ നിലയ്ക്ക് തന്നെയാണ് അതോട് പ്രതികരിക്കുന്നത്. ഈ വിഷയത്തിൽ സമരവുമായി 22ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ സമരം കടുപ്പിക്കുക എന്ന് തന്നെയാണല്ലോ ആശാവർക്കർമാർ മുന്നോട്ട് കാണുന്നത്, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ 3-4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം തുടങ്ങുന്ന 22 ദിവസങ്ങൾക്ക് മുൻപ്. അതിൽ പ്രധാനമായ ഒന്ന് ആശാവർക്കർമാരുടെ ഓണറേറിയം 7,000 രൂപയാണ് നൽകുന്നത്. ഇത് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം. ഈ ഓണറേറിയം നൽകുമ്പോൾ തന്നെ വിവിധ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒഴിവാക്കണം എന്നതായിരുന്നു ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നതുണ്ടായിരുന്നു. ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് കാട്ടിയാണ് ഈ വിധത്തിൽ സമരം തുടരുന്നത്. സമരസമിതി നേതാവ് S. മിനിയുണ്ട്. ചേച്ചി, സമരം തുടരുകയാണ്. 22 ദിവസമാവുന്നു. ഞങ്ങളെ കേൾക്കാൻ ഗവൺമെൻറ് ഇല്ല. ഞങ്ങളെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഈർക്കൽ സംഘടനകളെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈർക്കലെല്ലാം കൂടെ ഒന്നും ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമരം വിജയിച്ച് മാത്രമേ മുന്നോട്ട് വരുള്ളൂ. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. വിരമിക്കൽ ആനുകൂല്യം, ഓണറേറിയം വർദ്ധിപ്പിക്കുക. തീർച്ചയായിട്ടും 2 വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ്. അത് നേടാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇനിയും ഈ അടിമപ്പണി ചെയ്യാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കലാണ്. ഇതിപ്പോൾ CITU ബദൽ സമരം നടത്തുന്നു, ഈർക്കൽ സംഘടനയാണെന്ന് പറയുന്നു. ഈ സമരത്തെ ഏത് വിധത്തിൽ തകർക്കാം എന്ന രൂപത്തിലുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടോ? ആക്ഷേപിച്ചവർക്കും തകർക്കാൻ ശ്രമിച്ചവർക്കുമുള്ള ശക്തമായ മറുപടിയാണ് ഈ സമരം ഇന്നത്തേത്. അവർക്കുള്ള മറുപടിയാണ്. ആ വിധത്തിൽ ആളുകൾ, ആശാവർക്കർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഞങ്ങളെല്ലാം നോക്കൂ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. മുഴുവൻ ആളുകളും ആശാവർക്കർമാരാണ്. സർക്കാർ കൊടുത്ത ID കാർഡ് ഉപയോഗിച്ചാണ് അവർ വരുന്നത്. അതുകൊണ്ട് ഇനി ഒരു തരത്തിലും ഇനി ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ന്യായവും പറയാനില്ല. CITUവിനെത്തിയവർ അങ്ങനെയുള്ളവരല്ല എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മാധ്യമങ്ങളാണ് പറഞ്ഞത് അവർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന്. പാവപ്പെട്ട സ്ത്രീകൾ പറയുന്നത് കേട്ടു, ഞങ്ങളെ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി വന്നതാണെന്ന്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല. അത് വളരെ ഖേദകരമായിപ്പോയി. ഇതാണ് പറയുന്നത്. പലതരത്തിലുള്ള ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. പക്ഷേ സമരത്തിൽ നിന്നും തങ്ങൾ പിന്നോട്ട് പോകാൻ ഇതുവരെ ഒരു തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയുമില്ല. അധികാരികളെ അന്തന്മാരെ, ഞങ്ങളെ എന്തിനു വെയിലിൽ നിർത്തി, ഞങ്ങളെ എന്തിനു മഴയിൽ നിർത്തി, മേടയിലിരുന്നു കൊണ്ട് രസിക്കുന്നു. അധികാരികളെ അന്തന്മാരെ, ക്രൂരന്മാരെ,